ഹായ് ഹലോ. ഇന്ന് പച്ചക്കറിയൊന്നല്ല, ഇന്ന് നമ്മൾ മാമോസ് ഉണ്ടാക്കി നോക്കിയതാണ്. മൈദ ഉപ്പിട്ട് കുഴച്ചിട്ട് നമ്മളിത് അങ്ങനെ ചെറിയ ബോളാക്കി വെച്ചിട്ടുണ്ട്. ആ ബോൾ നമ്മൾ എടുത്തിട്ടെങ്കിൽ നമ്മൾ പത്തിരി പ്രസ്സിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പത്തിരി ആയിട്ട് കിട്ടും. അതിലാണ് നമ്മൾ പിന്നെ ഈ മസാല നിറക്കുന്നത്. മസാലക്ക് വേണ്ടത് നമ്മൾ ചിക്കന് കുരുമുളക് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കണം. എന്നിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഒന്നുകൂടി പൊടിഞ്ഞ് കിട്ടും. പിന്നെ ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക് ഇതൊക്കെ നല്ലോണം നൈസായി അരിയുക. കുഞ്ഞു അരിയണം കേട്ടോ. അങ്ങനെ അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് അതാണ് നമ്മൾ ഈ പത്തിരിയിലിട്ടിട്ട് നിറച്ച് കൊടുക്കുന്നത്. എന്നിട്ടത് നമുക്ക് പല മോഡലിലും ആക്കട്ടോ. പൂവട മോഡലാണെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ചുരുട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ വെക്കാം. എങ്ങനെയാണ് വേണ്ടി വെച്ചാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പല ആകൃതിയിലും നമുക്കത് മടക്കി വെക്കാം. ഞങ്ങളിതാ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു കിഴീൻ്റെ മോഡലാക്കിയിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാ മാവും ഇങ്ങനെ ഇതാണ് കേട്ടോ മാമോസ്. എന്നിട്ട് ഒരു ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ട് അതിലാണ് നമ്മൾ ആവിക്ക് വേവിക്കുകയാണിത്. ഇത് പൊരിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ, ഇത് ആവിക്കാണ് വേവിക്കേണ്ടത്. അങ്ങനെ ഇഡ്ഡലിൻ്റെ 2 തട്ടിലും നിറയെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 10-15 മിനിറ്റ് ഇത് ആവിക്ക് വേവിക്കുക. അത് നമ്മളിത് വെന്ത് കിട്ടി. ഇതാണ് നമ്മളെ മാമോസ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. മാമോസൊക്കെ റെഡിയായി. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.